കേരളം ഇതുവരെ കാണാത്ത ദുരന്തത്തിനാണ് മുണ്ടക്കയും ചൂരൽമലയും സാക്ഷിയായത്. ഒരു നാടിനെ ഭൂപടത്തിൽ നിന്ന് നീക്കിയ മഹാദുരന്തത്തിൽ ജീവൻ നഷ്ടമായത് 298 പേർക്കാണ്. ഒരാണ്ട് പിന്നിട്ടിട്ടും അതിന്റെ നടുക്കം വിട്ടുമാറിയിട്ടില്ല. ദുരിതബാധിതർക്കായുള്ള വീടുകളുടെ നിർമ്മാണം ഡിസംബറിൽ തീർക്കുമെന്ന് റവന്യൂ മന്ത്രി അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ പകുതിയിലേറെ ദുരന്തബാധിതർക്കും തൃപ്തി എന്നാണ് ന്യൂസ് മലയാളത്തിന്റെ സർവേയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടത്. എല്ലാം നഷ്ടപ്പെട്ടവരെ കേന്ദ്രം അവഗണിച്ചെന്നാണ് ബഹുഭൂരിപക്ഷം പേർക്കും പറയാനുള്ളത്. ഇന്നത്തെ ന്യൂസ് മലയാളം സർവേയുടെ ചില വിവരങ്ങൾ കൂടി നമുക്ക് പറഞ്ഞു പോകാം. സർക്കാർ പുനരധിവാസ പദ്ധതികളിൽ ദുരന്തബാധിതരിൽ 58.83% പേർ തൃപ്തരാണ് എന്നതാണ് നമുക്ക് ലഭിച്ച വിവരം ഈ സർവേയിലൂടെ. പുനരധിവാസ പദ്ധതി പ്രവർത്തനങ്ങളിൽ 11.85% ആളുകൾക്ക് ഭാഗിക തൃപ്തി മാത്രമേ ഉള്ളൂ എന്നും ഈ സർവേയിൽ പറയുന്നു. ദിവസബത്ത അടക്കമുള്ള സഹായം ലഭിച്ചെന്ന് 88.75% ആളുകൾ പറയുമ്പോൾ വാഗ്ദാനം ചെയ്ത സർക്കാർ സഹായം ലഭിച്ചില്ല എന്ന് 11.24% ദുരന്തബാധിതർ പറയുന്നു. ടൗൺഷിപ്പ് സമയബന്ധിതമായി പൂർത്തിയാകുമെന്ന് 68% പേർക്ക് പ്രതീക്ഷയില്ല. ജനുവരിയിൽ സർക്കാർ വീടുകൾ കൈമാറുമെന്ന പ്രതീക്ഷയിലാണ് 23.1% ആളുകൾ. ദുരന്തബാധിതരെ കേന്ദ്രം അനുഭാവപൂർണ്ണം പരിഗണിച്ചില്ല എന്ന് 80.24% പേരും പറഞ്ഞു. ദുരന്തബാധിതരോട് കേന്ദ്രം അനുഭാവപൂർവ്വം പരിഗണിച്ചു എന്നാണ് 11.24% പേരും പറഞ്ഞത്. സർക്കാർ ടൗൺഷിപ്പിന് പകരം പുറത്ത് വീട് വാങ്ങാനുള്ള തീരുമാനം ശരിയായിരുന്നുവെന്ന് 94.59%. ആ ചോദ്യം ചോദിച്ചത് അങ്ങനെ പുറത്തു വാങ്ങാൻ തീരുമാനിച്ചവരോട് മാത്രമാണ്. അത് ശരിയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. സർവേയിൽ പങ്കെടുത്തത് സർക്കാരിൻ്റെ ഗുണഭോക്തൃ പട്ടികയിലുള്ള 329 പേരാണ് എന്നതുകൂടി സൂചിപ്പിച്ചു പോകട്ടെ. ഒരാണ്ടാണ് കഴിഞ്ഞു പോയത്, ഉള്ളുലച്ച ഒരാണ്ട്. 2024 ജൂലൈ 29 രാത്രി 11:45 പുഞ്ചിരിമറ്റത്ത് ആദ്യത്തെ ഉരുൾപൊട്ടൽ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ 298 മരണമാണ് ഉണ്ടായത്. 32 പേരെ കാണാതായി. അട്ടമല, മുണ്ടക്കൈ, ചൂരൽമല വില്ലേജുകളിലെ ദുരന്തബാധിത മേഖലകൾ ആണ് ഇതെല്ലാം പിന്നീട് ആ നിലയ്ക്ക് പ്രഖ്യാപിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കിടപ്പാടം നഷ്ടമായത് 402 കുടുംബങ്ങൾക്കാണ്. മുഖ്യമന്ത്രി ഇതുവരെ ചെലവഴിച്ചതിൻ്റെ കണക്കും കിട്ടിയ കണക്കുമൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയത് 770,779,158 രൂപയാണത്രേ. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചത് 91,73,80,547 രൂപ. മരിച്ചവരുടെ ആശ്രിതർക്ക് 6 ലക്ഷം വീതം കൊടുത്തു. പരുക്കേറ്റവർക്ക് 50,000 മുതൽ 75,000 വരെ കൊടുത്തു. വാടക വീടുകളിലും ബന്ധുവീടുകളിലും താമസിക്കുന്നവർക്ക് പ്രതിമാസം 6,000 രൂപ കൊടുത്തിട്ടുണ്ട്. എല്ലാ മാസവും 1,000 രൂപയുടെ ഭക്ഷ്യ കിറ്റ് കൊടുത്തിട്ടുണ്ട്. ജീവനോപാധി സഹായം ദിവസം 300 വീതമാണ് ഒരു കുടുംബത്തിലെ 2 പേർക്ക് കൊടുത്തിട്ടുള്ളത്. എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കലിന് 43,56,10,769 രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ടൗൺഷിപ്പ് പ്രോജക്റ്റിന് 20 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഈ നിർമ്മാണം ആരംഭിക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ട്. ടൗൺഷിപ്പ് പ്രീ പ്രോജക്റ്റിന് 40,03,778 രൂപ വീതവും ചെലവഴിച്ചു. ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നൽകിയത് 13,91,00,000 രൂപയാണ്. പുനരധിവാസ ഗുണഭോക്തൃ പട്ടികയിൽ 49 പേരെ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനമായി. ഡിസംബർ 31 മുമ്പ് ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കും. പുത്തുമല പൊതുശ്മശാന ഭൂമിയിൽ സർക്കാർ സ്മാരകം നിർമ്മിക്കും. വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം വിതരണം ചെയ്യാനും ക്യാബിനറ്റ് തീരുമാനമായിട്ടുണ്ട്. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഒരുങ്ങുന്നത് സർക്കാരിൻ്റെ മാതൃകാ ടൗൺഷിപ്പാണ്. സർക്കാർ ഏറ്റെടുത്ത 64.47 ഹെക്ടറിൽ 5 സോണുകളിലായി 410 വീടുകളാണ് ഒരുങ്ങുന്നത്. 122 വീടിന് നിലമൊരുങ്ങി. 51 എണ്ണത്തിൻ്റെ മണ്ണ് പരിശോധന പൂർത്തിയായി. ആരോഗ്യ കേന്ദ്രം, അംഗൻവാടി, പൊതുമാർക്കറ്റ്, കളിസ്ഥലം, വൈദ്യുതി സബ്സ്റ്റേഷൻ എന്നിവയും ഒരുക്കും എന്നതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം അതിതീവ്രമാണ് എന്ന് കേന്ദ്ര സർക്കാർ എന്തായാലും വൈകിയായാലും പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാർ പ്രഖ്യാപനം ദുരന്തമുണ്ടായി 153 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു. 2024 ഓഗസ്റ്റ് 10. പുനർനിർമ്മാണത്തിന് കേരളം അപേക്ഷിച്ച 2,220 കോടിയിൽ ഒരു പ്രതികരണവും ഉണ്ടായില്ല. സഹായം കിട്ടിയത് സ്പെഷ്യൽ അസിസ്റ്റന്റ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ 529 കോടി രൂപയാണ്. ധനസഹായം നൽകിയത് അതികഠിനമായ വ്യവസ്ഥകളോടെ കൂടിയാണ്. അനുവദിച്ചത് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് എല്ലാ വർഷവും സംസ്ഥാനത്തിനുള്ള തുകയാണ്. ദേശീയ ഫണ്ടിൽ നിന്ന് 1 രൂപ പോലും കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ല. പുനരധിവാസം പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതയാണ് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്.
ദുരന്തമുഖത്ത് എയർലിഫ്റ്റിംഗ് സേവനത്തിന് ചെലവായ തുക തിരികെ നൽകണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു. പണം ആവശ്യപ്പെട്ടത് 2019 പ്രളയം മുതൽ വയനാട് ദുരന്തം വരെയുള്ള എയർലിഫ്റ്റ് സേവനത്തിനാണ്. ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ചത് 132.62 കോടി രൂപയാണ്. കേരളം തിരിച്ചടയ്ക്കണം എന്ന് ആവശ്യപ്പെട്ടുള്ള കത്ത്. വയനാട് ദുരന്തത്തിലെ ആദ്യ ദിനത്തിൽ മാത്രം 8,91,23,500 രൂപ ചെലവായി എന്നാണ് കേന്ദ്രം അറിയിക്കുന്നത്. ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിന്റെ കാശ് ആവശ്യപ്പെട്ടതിൽ കേന്ദ്ര സർക്കാരിനെ ശകാരിച്ച് ഹൈക്കോടതി രംഗത്തെത്തി. വയനാട്ടിലെ ദുരിതമൊന്നും കേന്ദ്രം കാണുന്നില്ലേ എന്ന് ഹൈക്കോടതി ചോദിച്ചു. എയർലിഫ്റ്റ് ചെയ്ത ബിൽ കേന്ദ്രം കേരളത്തിന് നൽകിയത് ഏതുതരം മാനസികാവസ്ഥയെന്നും ഹൈക്കോടതി ചോദിച്ചു. വായ്പ എഴുതിത്തള്ളൽ, സഹായധനം, പുനരധിവാസം എന്നിവയിലും ഹൈക്കോടതി വിവിധ ഘട്ടങ്ങളിലായി ഇടപെടുന്ന സാഹചര്യമുണ്ടായി. തീർച്ചയായും ഒരു വർഷം തികയുമ്പോൾ ആരൊക്കെയാണ് നീതി ചെയ്തത്, ആരൊക്കെയാണ് അല്ലാതെ ഒന്ന് ഈ സ്റ്റേറ്റിനെ തന്നെ കബളിപ്പിച്ചത് അല്ലെങ്കിൽ ഒരു നീതി ചെയ്യാതിരുന്നത് എന്നതൊക്കെ നമ്മൾ പരിശോധിച്ചു പോകണമല്ലോ. എങ്ങനെയാണ് ഈ ഒന്നാം വാർഷികത്തിൽ ഇതുവരെ പല രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൽ ദുരന്ത ബാധിതരെ തന്നെ നേരിട്ട് കണ്ട് ന്യൂസ് മലയാളം സർവേ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് സമ്പൂർണ്ണ സർവേയാണ്, ഒരു സാമ്പിൾ സർവേ അല്ല. അതിൽ ഏതാണ്ട് 90% പേരെ നേരിട്ട് കണ്ടിട്ടാണ് നമ്മൾ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അത് ആ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയത്. എന്താ സനീഷ് തോന്നുന്നു? അല്ല, അതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട. ഇത് നമ്മൾ മറ്റു വിശദാംശങ്ങളൊക്കെ ഇതിനകത്തുണ്ടല്ലോ. ഇന്ന് പകൽ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് അധികമായിട്ട് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ 2 കാര്യങ്ങൾ. ഒന്ന്, ഈ സർവേയുമായി ബന്ധപ്പെട്ട് സർവേ വളരെ മികച്ചൊരു തീരുമാനവും ഒരു മികച്ച മാതൃകയുമായിരുന്നു. കാരണം ഈ സർവേ പ്രസാദ് കുടുംബശ്ശേരി കൺസീവ് ചെയ്ത് നമ്മൾ നന്നായി നടപ്പാക്കിയത്. അതായത് ഇങ്ങനെയൊരു സർവേ എല്ലാവർക്കും നടത്താവുന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നമ്മളത് വളരെ വൃത്തിക്കായിട്ട് നടത്തി. കാരണം എല്ലാവരോടും സംസാരിച്ചു. 90%-ലേറെ 96% ആളുകളെ 5-6 ആളുകൾ മാത്രമാണ് ഒഴിഞ്ഞിരുന്നത്. ബാക്കി എല്ലാവരോടും നേർക്കുനേർ സംസാരിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ സാമ്പിൾ സൈസ് എടുത്തിട്ടുള്ള സർവേ അല്ല, സമ്പൂർണ്ണമായി സംസാരിച്ചുള്ള സർവേയാണ് നമ്മൾ നടത്തിയത്. അതുകൊണ്ട് നിശ്ചയമായിട്ടും സർക്കാരുകൾക്കും മറ്റ് ഏജൻസികൾക്കും രാഷ്ട്രീയ പാർട്ടികൾ അടക്കമുള്ള ആളുകൾക്കും പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു ദുരന്തബാധിതരുടെ അഭിപ്രായ പ്രകടനം അവിടെയുണ്ട്. അത് ഭാവിയിലും അവരത് ഉപയോഗിച്ചുകൊള്ളട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത്തെ, എനിക്ക് ഇതുമായി നേരിട്ട് ബന്ധപ്പെട്ട അല്ലാത്തൊരു കാര്യം ഹർഷൻ, അതായത് എനിക്കിത് രാവിലെ മാതൃഭൂമി പത്രം കണ്ടപ്പോൾ വലിയ വിഷമം വന്നു. അതായത് ഒന്ന്, കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒരേപോലെ കുഴപ്പം കാണിച്ചിരിക്കുന്നു എന്ന വളരെ ബാലൻസ് ചെയ്തിരിക്കുന്നൊരു ഫ്രണ്ട് പേജാണ് ഉണ്ടായിരുന്നത്. നരേന്ദ്രമോദിയുടെ മുഖവും പിണറായി വിജയൻ്റെ മുഖവും വെച്ച് അത് സത്യസന്ധമായിട്ടും കാര്യങ്ങളെ കൃത്യമായിട്ടും കാണുന്ന മാധ്യമപ്രവർത്തകർ അങ്ങനെ ചെയ്യരുത് എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. കാരണം അത് അങ്ങനെയല്ല. കേരള സർക്കാരിന് വീഴ്ചകളുണ്ടായിരിക്കാം, പക്ഷേ കേരള സർക്കാരിൻ്റെ ചെയ്ത കാര്യങ്ങളുടെ വലുപ്പവും കേന്ദ്ര സർക്കാർ നമുക്ക് നിഷേധിച്ച കാര്യങ്ങളുടെ വലുപ്പം ഒന്നല്ല. കേന്ദ്ര സർക്കാർ നമുക്ക് വലിയ തോതിലാണ് മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളോട് ചെയ്യുന്ന പോലെയല്ല കേരളത്തോട് ചെയ്തതെന്നത് എല്ലാവർക്കും, BJP-ക്കാർക്കടക്കം സാധാരണക്കാരായിട്ട് ഈ കാര്യങ്ങൾ നോക്കുന്ന ആളുകൾ, നമ്മുടെ വയനാട്ടിൽ ചൂരൽമല എത്ര വലിയ ദുരന്തം ഉണ്ടായി, അതിന് ആനുപാതികമായിട്ടുള്ള സഹായം കിട്ടിയില്ല എന്ന് മാത്രമല്ല, വളരെ ചുരുങ്ങിയ സഹായങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം പോലും ഈ ഘട്ടം വരെ ഉണ്ടായി. പക്ഷേ കേരള സർക്കാരിന് ഇത് ചെയ്തേ പറ്റൂ. കാരണം നാളെയും ആത്യന്തികമായിട്ട് ഇങ്ങനെ കണ്ടാൽ മതി മാതൃഭൂമി. അതായത് നാളെയും തെരഞ്ഞെടുപ്പിൽ വന്ന ആളുകളുടെ മുമ്പിൽ നിൽക്കേണ്ടതാണല്ലോ. അതുകൊണ്ട് കേരള സർക്കാരിന് കൂടുതലായിട്ട് ഇത് ചെയ്യേണ്ടി വരുള്ളൂ. അപ്പോൾ കേരള സർക്കാർ ചെയ്യേണ്ടത് അപ്പോൾ പപ്പാതിയാക്കി വെച്ചത് നന്നായില്ല എന്നെനിക്ക് തോന്നി. അത് സത്യസന്ധമായിട്ടും കൃത്യമായിട്ടും കാര്യങ്ങൾ കാണുമ്പോൾ അത് ചെയ്യരുത്. എനിക്കിപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ടുള്ള ആളുകളുടെ അഭിപ്രായം രൂപീകരിക്കുന്ന മാധ്യമങ്ങൾ ഇപ്പോൾ കേരളത്തിൽ വേറെയുണ്ട്. ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളാണെങ്കിലും നമ്മളിപ്പോഴുള്ള വാർത്താ ചാനലുകളാണെങ്കിലും പത്രങ്ങളെക്കാൾ കൂടുതൽ അഭിപ്രായ രൂപീകരണം നടത്തുന്ന മാധ്യമങ്ങളുണ്ട്. പക്ഷേ മാതൃഭൂമി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു ശീലത്തിൻ്റെ ഭാഗമാണ്. നൂറ്റാണ്ട് കടന്നൊരു പത്രം നമ്മൾ രാവിലെ എടുത്ത് നോക്കുമ്പോൾ തീർത്തും സുഖകരമല്ലല്ലോ എന്ന് തോന്നലുണ്ടാക്കുന്ന ഒരു സംഗതി കൊടുക്കരുതായിരുന്നു എന്നെനിക്ക് തോന്നി. അത് നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ടല്ല, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഡാറ്റാ ഷീറ്റിലും റാപ്പിലും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറയാത്ത. പകൽ മുഴുവൻ ചർച്ചയായിരുന്നു. ഈ 2 കാര്യങ്ങളാണ്, സർവേയും നമ്മുടെ സർവേയും മറ്റൊരു മാധ്യമത്തിൻ്റെ ഫ്രണ്ട് പേജുമാണ്. എനിക്ക് അതിലൊരു അഭിപ്രായം തീർച്ചയായും അതിലെനിക്ക് തോന്നുന്നത് സനീഷ്, ഇതിപ്പോൾ പലരും ഇന്ന് പകലും ഒക്കെ ഇപ്പോൾ ടി സിദ്ദിഖിനെ പോലെയൊക്കെ വളരെ ആത്മാർത്ഥമായി ആദ്യഘട്ടം മുതൽ ഈ ദുരന്തഭൂമിയിൽ നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ അവർക്കൊക്കെ വ്യത്യസ്തമായ അഭിപ്രായമാണ്. പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അതിൽ പൊളിറ്റിക്സ് കൂടി വരും. ഇപ്പോൾ ടി സിദ്ദിഖ് ഇന്ന് രാവിലെ ചോദിക്കുന്നത് കേട്ടു, എല്ലാവർക്കും ഓരോ കോടി വെച്ച് ഈ പ്രശ്നം അങ്ങ് പരിഹരിച്ചു കൂടെ എന്നുള്ള മട്ടിൽ ചോദിക്കുന്നത് കേട്ടു. പക്ഷേ അങ്ങനെയല്ല ഒരിക്കലും ഒരു ഭരണകൂടം ചെയ്യേണ്ടത്. മാത്രമല്ല ഒരു വേറൊരു തലത്തിലാണ് അവിടെ ഒരു ടൗൺഷിപ്പ് തന്നെ നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണല്ലോ, ഒരു പുനർനിർമ്മാണം തന്നെയാണ് നടക്കുന്നത്. അതിൽ കുറേ ആളുകൾ ഉൾപ്പെട്ടു, കുറേ ആളുകൾക്ക് അതിൽ ഉൾപ്പെടേണ്ടതില്ല എന്നുള്ള തീരുമാനം അവരെടുത്തു. അതിന് പകരം ഏതാണ്ട് 49 കുടുംബങ്ങളെ വീണ്ടും ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിലേക്ക്. അപ്പോൾ പുറത്തുപോയവരും സംതൃപ്തരാണ്. കാരണം അവർക്ക് 15 ലക്ഷം രൂപ കിട്ടി. നമ്മൾ ഈ സർവേ നടത്തുമ്പോഴാണ്, അല്ലെങ്കിൽ അത് നമുക്ക് വ്യക്തമാവില്ലല്ലോ. ഏതാണ്ട് 90% പേർക്കും പുറത്തു പോയവർക്ക് അവർക്ക് വീട് തരക്കേടില്ല. ഒരു ഉപജീവന മാർഗം കണ്ടെത്താൻ വേണ്ട ഒരു സഹായം അവിടുന്ന് കിട്ടി. വീട് സന്നദ്ധ സംഘടനകൾ കൊടുക്കും എന്നുള്ള ഒരു സ്ഥിതി ഉണ്ടായി 100 ചില്ലുവാനും കുടുംബങ്ങൾക്ക്. അപ്പുറത്ത് ബാക്കി ഈ സർക്കാരിൻ്റെ പട്ടികയെ നമ്മൾ ഈ പുനരധിവാസ പട്ടികയെ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളുടെ പട്ടികയെ തന്നെ വേണം ഏറ്റവും ശാസ്ത്രീയമായതും ഏറ്റവും
കൃത്യമായതും എന്ന് കണക്കാക്കാൻ മറ്റുള്ളവരും കണ്ടെത്തിയിട്ടുണ്ടാവും. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ വീടുകൾ നഷ്ടപ്പെട്ട ആളുകൾ, വീട്ടിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ആളുകൾ, ഇനിയും ദുരന്തബാധിത മേഖല, ഇനിയും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലയിൽ താമസിക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞ് കൃത്യമായൊരു മാനദണ്ഡം വച്ച് അങ്ങനെയാണ് ആ പട്ടിക പൂർത്തിയാക്കിയിരിക്കുന്നത്. ചിലർ ഒഴിവായി പോയിട്ടുണ്ടാവാം, അതിൽ ഉൾപ്പെടാതെ പോയിട്ടുണ്ടാവാം. അത്തരം പ്രശ്നങ്ങളും പരാതികളും ഒക്കെ പരിഹരിക്കേണ്ടതാണ്. എന്നാലും ആ പട്ടിക അനുസരിച്ച് ഉള്ള ആളുകളോടാണ് നമ്മൾ സംസാരിച്ചത്. അതെ, രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളൊന്നുമല്ല. അവർക്ക് എന്താണ് പറയാനുള്ളത്, അവരുടെ കൃത്യം വിലയിരുത്തലും അവരുടെ തീരുമാനമൊക്കെ നമ്മൾ അറിഞ്ഞു. അത് ഒരു കാര്യം സർക്കാർ അതിൽ നിന്ന്, സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ചും അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 400 ചില്ലറ ആളുകളാണല്ലോ ആകെയുള്ളത്. മുഴുവൻ ആളുകളോടും നേരിട്ട് സംസാരിക്കും നമ്മൾ. അതായത് നമ്മളൊരു മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മുഴുവൻ ആളുകളോടും സംസാരിച്ചിട്ട് അവർക്ക് എന്താണ് പറയാനുള്ളത് നമ്മൾ കേൾക്കും. അതുകൊണ്ട് സർക്കാർ അങ്ങോട്ടോ വഴിതെറ്റിയാൽ അതിനിശ്ചിതമായിട്ടുള്ള വിമർശനം നമ്മൾ നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം. തീർച്ചയായും. അത് പിന്നെ സനീഷ് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, സനീഷ് തലശ്ശേരിക്കാരനാണല്ലോ. തലശ്ശേരിയിൽ സർക്കസിൻ്റെ ഈറ്റില്ലമാണല്ലോ തലശ്ശേരി. അപ്പോൾ അതായത് സർക്കസിൽ ഏറ്റവും ശക്തമായ, ഏറ്റവും ബാലൻസിങ് വേണ്ട ഇനങ്ങൾ ചിലതുണ്ട്. ഇപ്പോൾ റോള ബോള എന്നൊക്കെ പറയുന്ന ചില പരിപാടികളുണ്ട്, ട്രപ്പീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില കാര്യങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഈ റോപ്പിലൂടെ നടന്നു പോകുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അസാമാന്യമായ കോർ സ്ട്രെങ്ത് വേണം, വലിയ ബാലൻസ് വേണം. അപ്പം ഇതൊക്കെ വേണ്ട ഒരു സംഗതി തന്നെയാണത്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ജംബോ സർക്കസിലൊക്കെ അതൊക്കെ ഉണ്ടോ, അതിനൊക്കെ ആളെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെയൊക്കെ തൊഴിൽ സാധ്യത കിട്ടാൻ സാധ്യതയുള്ള ഒരാളാണ് രാവിലെ മാതൃഭൂമി പത്രത്തിന്റെ പേജ് തയ്യാറാക്കിയത്. എന്തായാലും അതുകൊണ്ട് അങ്ങനെ വിമർശിക്കരുത്, കാരണം അതിലൊരു കഴിവ് ഒളിച്ചിരിപ്പുണ്ട്. ഒരു നാടിനെ ആകെ ഭൂപടത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ ഉരുൾ ഒലിച്ചു പോയിട്ട് ഒരാണ്ട് പിന്നിട്ടു. ആ പകപ്പ് ഇനിയും മാറാത്ത മനുഷ്യരാണ് മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ. വീടുകളുടെ നിർമ്മാണം ഡിസംബറിൽ പൂർത്തിയാക്കുമെന്നാണ് പ്രഖ്യാപനമെങ്കിലും അത്രത്തോളം വേഗത ചൂരൽമല നിവാസികൾ പ്രതീക്ഷിക്കുന്നില്ല. അവരുടെ ആകുലതകളും ആശങ്കകളും കേൾക്കേണ്ടവർ, കൂട്ടിരിക്കേണ്ടവർ, പൊതിഞ്ഞു പിടിക്കേണ്ടവർ നമ്മളെല്ലാം തന്നെയാണ്. ആ കരുതൽ ഇനിയും തുടരാം. ഉറ്റവരെയും ഉടയവരെയും നഷ്ടമായവരുടെ അതിജീവനം മനുഷ്യസാധ്യമായ പരമാവധി വേഗത്തിൽ ആകട്ടെ എന്ന് നമ്മൾ ആശിക്കുകയും ചെയ്യാം.